നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന്റെ പല്ലവിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. സീമന്തരേഖയിൽ സിന്ദൂരമൊക്കെ തൊട്ട് അങ്ങനെ അവര് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് സേതു ചോദിച്ചു, അല്ല നമ്മൾ ഈ കാര്യം ആരോടും പറഞ്ഞില്ലോ? പല്ലവി പറഞ്ഞ, അത് സേതു കേട്ടാ, ആരോടും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഞാനേ പാറുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവളോട് തന്നെ ആദ്യം ഈ കാര്യം പറയാം. പിന്നീട് പല്ലവി പാറുവിനെ വിളിക്കുവാണ്. ആ സമയത്ത് പാറുവും വിശ്വവും കൂടെ പുറത്തായിരുന്നു. വിശ്വം പാറുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ, ജ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ ആ കടയിൽ നിന്ന്, കഴിക്കാനൊന്നും കിട്ടിയില്ല. അത് സാരമില്ല, ഇത് മാത്രം ഇപ്പൊ തൽക്കാലത്തേക്ക് മതി എന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങി കുടിക്കാൻ തുടങ്ങുകയാണ് പാറു. അപ്പോഴേക്കുമാണ് പല്ലവിയുടെ കോള് വരുന്നത്. ചേച്ചിയാണല്ലോ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കോൾ എടുക്കുവാണ്. ആ, എന്താ ചേച്ചി? ഈ സമയത്ത് പല്ലവി പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? എന്തേലും കാര്യമുണ്ടോ? ഇനിയിപ്പം അച്ഛനും അമ്മയ്ക്ക് എന്തേലും വയ്യായിക എന്തേലും ഉണ്ടോ? അതൊന്നും അല്ല. പിന്നെയോ? അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സേതുവേട്ടന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞോ? അതെ. എന്നിട്ട് എന്താ ചേച്ചി പറയാതിരുന്നേ? അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് നടന്ന കാര്യങ്ങളാ, ആരോടും പറയാനൊന്നും പറ്റില്ല. ഇത് കേട്ടതും പറഞ്ഞു ഭയങ്കര സങ്കടമായി. നിനക്ക് വിഷമമായോ? വിഷമായി. അത് പിന്നെ ചേച്ചിയുടെ കല്യാണം കൂടാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം കൊണ്ടുള്ള വിഷമ, അല്ലാതെ സേതുവേണ്ണൻ വിവാഹം കഴിച്ചുകൊണ്ടുള്ള വിഷമമല്ല. എപ്പോഴാണെങ്കിലും സേതുവേണ്ണൻ പല്ലുവേച്ചിയും വിവാഹം കഴിയേണ്ടവരല്ലേ? പിന്നീട് പാറു ചോദിച്ചു, അല്ല എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എവിടെയാ? ഇതേ ഞങ്ങളിതേ ക്ഷേത്രത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി. ആ സമയത്ത് പാറുവിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ പുറത്താ. ആ തള്ളയ്ക്ക് രാവിലെ ഒരു ഏനക്കേടെ, അതുകൊണ്ട് വിശ്വ പറഞ്ഞ് നമുക്ക് പുറത്തു പോവാം, എന്തെങ്കിലും കഴിച്ചിട്ട് വരാന്ന്. ഈ സമയത്ത് പാറു ചോദിച്ചു, അല്ല ഈ കാര്യങ്ങൾ വേറെ ആരെങ്കിലും അറിഞ്ഞോ? കല്യാണം നടന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. മോളോടെ ഇപ്പം ഞാൻ ആദ്യമായിട്ട് വിളിച്ചു പറയണേ. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്കിത് ഒന്ന് രണ്ട് പേരോട് പറയാനുണ്ട്. അല്ല ഇനിയിപ്പോൾ എൻ്റെ കല്യാണം കൂടിയിരുന്നുള്ള വിഷമം വേണ്ട, രജിസ്റ്റർ ഓഫീസിലേക്ക് പോരെ, ഞങ്ങൾ അവിടെ കാണുമെന്ന് പറയണം. ശരി, അന്നാ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പാറു കോള് കട്ട് ചെയ്യാണ്. വിശ്വം ചോദിച്ചു, എന്താ? അതെ, പല്ലവേച്ചിയുടെ സേതന്റെ വിവാഹം കഴിഞ്ഞെന്ന്. വിവാഹം കഴിഞ്ഞെന്നോ? അതെ, വിവാഹം കഴിഞ്ഞെന്ന്. നമ്മളോട് രജിസ്റ്റർ ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാം. പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കണ്ടേ? നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അതിന് സമയമുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയാം. ഈ സമയത്ത് സേതി വെച്ചു, നമ്മൾ എന്തിനാ പല്ലവി രജിസ്റ്റർ ഓഫീസിലേക്ക് പോന്നേ? ഭഗവാന്റെ മുന്നിൽ വെച്ച് താലി ഉയർത്തിയതല്ലേ, ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണം സേതുവേട്ടാ, എന്നാലും നമ്മൾ നിയമപരമായിട്ട് ഒന്നാവണ്ടേ, അതുകൊണ്ട് നമുക്ക് രജിസ്റ്ററും കൂടി ചെയ്തേക്കാം. പാറുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരും അങ്ങോട്ടേക്ക് വരും. എന്നാ ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാണ്. ആ സമയത്ത് ഇന്ദ്ര ഫോണിനകത്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് പാറുവിന്റെ കോള് വരുന്നേ. ഇവളെന്തിനാ പോലും വിളിക്കണേ? ഓ, നാശം പിടിക്കാനായിട്ട്. അങ്ങനെ ഇന്ദ്രൻ കോൾ എടുത്തിട്ട് ചോദിച്ചു, അല്ല എന്താ നീ എന്തിനാ ഇപ്പൊ എന്നെയും കൂടെ വിളിച്ചേ? അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അമ്മയ്ക്ക് വല്ല വയ്യായിക എന്തേലും ആണോ? അമ്മയ്ക്കൊരു വയ്യായിക ഉടനെ ഉണ്ടാവും. ഉടനെ ഉണ്ടാവുന്നോ? അതെ, അമ്മയ്ക്ക് ചിലപ്പം BP കൂടാൻ വെച്ച് ചാൻസ് കൂടുതലുണ്ട്. BP കൂടാനോ? എന്താ പെട്ടെന്ന് ഇങ്ങനെ? ഓ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കേട്ടത്. ഞാനിപ്പോ അമ്മയെ വിളിച്ച് ഫോണും കൂടെ വെച്ചോളൂ. ഞാനും വിശ്വം പുറത്താ. ഇപ്പൊ അമ്മയെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, അതോടുകൂടി അമ്മയുടെ BP കൂടും. ചിലപ്പോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രന്റെ BPയും കൂടും. ഇന്ദ്രന്റെ സമനില തെറ്റും. എന്റെ സമനില തെറ്റുന്നോ? അതെ, അതിനുള്ള ചാൻസ് ഉണ്ട്. അല്ല ഇന്ദ്രേട്ടനെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പെടാപ്പാടൊക്കെ പെട്ടത്. എന്നിട്ട് ഒന്നും കാര്യമായിട്ട് നടന്നില്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോഴാ നീ എന്തൊക്കെയാ പറയണേ? എന്തുണ്ടെങ്കിലും തെളിച്ചു പറ. അത് പിന്നെ ഇന്ദ്രേട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നിരിക്കുന്നേ. സേതുവേട്ടൻ പല്ലവേച്ചിയുടെയും വിവാഹം. വിവാഹോ? അതെ, അവർ രണ്ടുപേരും കൂടെ വിവാഹിതരായി. വിവാഹിതരായെന്നോ? വല്ലാത്തൊരു ഷോക്കായിരുന്നു ഇന്ദ്രനാണ് കൈയൊക്കെ ചുരുട്ടിക്കൂട്ടി ഭിത്തിക്കിട്ടിരിക്കുകയാണ് സമനില തെറ്റിയിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നല്ലൊരു സന്തോഷ വാർത്തയല്ലേ കേട്ടത് എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ഇന്ദ്രനാണ് കിടന്ന് ഊന്നൊക്കെ കിടന്ന് അലറി വിളിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, ഒരിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഋതുവിനെ കല്യാണം കഴിച്ചതുപോലും ഇത് മനസ്സിൽ കണ്ടോണ്ടാ. പല്ലവിയുടെ കല്യാണം മുടക്കണം, ഒരു കാരണവശാലും സേതുവും പല്ലവിയും തമ്മിൽ വിവാഹിതരാൻ പാടില്ല. എന്നിട്ടിപ്പോഴോ തനിക്കിട്ട് പണി കിട്ടിയിരിക്കുന്നു. ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. സമനില തെറ്റുന്ന പോലെ തോന്നി. പിന്നീട് ഇന്ദ്രൻ എങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അവിടേക്ക് പൂർണ്ണിമ വരുന്നു. പൂർണ്ണിമ കുറച്ചേരം ഇന്ദ്രൻ നോക്കിയപ്പോ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. എന്താ മോനെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. അല്ല, എന്തോ ഒരു കാര്യമുണ്ട്, അതാണ് നീ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്. എന്ത് കാര്യമുണ്ടല്ലോ അമ്മയോട് പറ. അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ, അല്ല ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അല്ല
എൻ്റെ ഋതുവിൻ്റെ കല്യാണം നടന്നു. 4 ആൾ അറിഞ്ഞ കല്യാണം നടത്തിയത്. ഒരു പക്ഷേ അല്ലാതെ വേണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കായിരുന്നു. പക്ഷെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചേ? പക്ഷെ ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ആരുടെ കാര്യം നീ പറയണേ? സേതുവിന്റെ കാര്യം. സേതു അങ്ങനെ തനിച്ചു പോയി കല്യാണം കഴിക്കുമൊന്നുമില്ല. പറയാൻ പറ്റില്ലമ്മേ. മിക്കവാറും ഈ കുടുംബത്തിൽ ആരോടും പറയാതെ സേതു പോയി വിവാഹം കഴിച്ചാലോ? അങ്ങനെ സേതു വിവാഹം കഴിക്കാനോ? അവനെ 2-3 വട്ടം ഈ വിവാഹം തന്നെ മാറ്റി വെച്ചതാ. എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി നടക്കാനായിട്ട്. അപ്പൊ പിന്നെ അവൻ എന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ചെയ്തില്ലെങ്കിൽ കൊള്ളാം. അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ. ഇനി ചെയ്താലോ? ചെയ്താൽ ഞാൻ അവനീ പഠിക്കകത്ത് കയറ്റില്ല. ഈ പൂർണിമ പറയണേ. അത് കേട്ടതും ഇന്ദ്രന്റെ മനസ്സിൽ ഒരു ചെറിയ ലഡു പൊട്ടി. ഓ, രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് പാറുവും വിശ്വവും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് എല്ലുവാണ്. സേതുവും പല്ലവിയോടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൺഗ്രാസ് പറഞ്ഞു. അതിനുശേഷം രജിസ്റ്റർ ഓഫീസിലേക്ക് കയറി അവര് രജിസ്റ്റർ ബുക്കിലൊക്കെ സൈൻ ചെയ്യുവാണ്, വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും തുളസിമാല 2 പേർക്കുമായിട്ട് വിശ്വവും പാറും കൂടെ കൊടുക്കണം. അപ്പൊ അങ്ങോട്ടൊന്ന് പരസ്പരം മാലയിടണം. അപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു പല്ലവിക്ക്. ഒരു മാല പോലും കിട്ടിയില്ലോ എന്നൊരു ടെൻഷനും മനസ്സിലുണ്ടായിരുന്നു. കാരണം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചാലും പരസ്പരം ഒരു മാല ഇട്ടില്ലായിരുന്നു. അത് സേതുവും പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ആ ആഗ്രഹം നടന്നു. 2 പേർക്കും വേണ്ടി മാല മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു പാറും വിശ്വം. പിന്നീട് പാറു പറഞ്ഞു, അതെ ആദ്യം മാലയിടേണ്ട വധുവാണ്, അതുകൊണ്ട് വധു തന്നെ ആദ്യം വരന്റെ കഴുത്തിലേക്ക് മാലയാർത്താൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സേതുവിന്റെ കഴുത്തിലേക്ക് ആദ്യം പല്ലവി മാലയാർത്തി. അതിനുശേഷം തുളസിമാല പല്ലവിയുടെ കഴുത്തിലേക്ക് സേതുവും ചേർത്തി. അങ്ങനെ പരസ്പരം അവര് വീണ്ടും ഒന്നുകൂടെ മാലയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിന്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇനി എന്താ പ്ലാനും പദ്ധതി? അപ്പോഴേക്കും സേതു പറഞ്ഞു, വീട്ടിലേക്ക് പോകണം. അല്ല വീട്ടിലാരുടെയും പറഞ്ഞിട്ടുണ്ടോ? അല്ല ഇതുവരെയായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, വീട്ടിലും പറഞ്ഞിട്ടില്ല, അച്ഛനും അമ്മയോടും പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ അവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു ഷോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞിട്ടില്ല. അല്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം വരുമല്ലേ? അത് കേട്ടതും പാറു പറഞ്ഞു, ഒരുമിച്ച് വരണോ? ഞങ്ങൾ പുറകെ വന്നോളാം. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ. നിങ്ങൾ ആദ്യം പൊയ്ക്കോ, പുറകെ ഞങ്ങൾ വരാമെന്ന് പറയാൻ. ശരി ആയിക്കോട്ടെ. അങ്ങനെ സേതുവും പല്ലയും കൂടെ കാറിൽ കയറി പുന്നമടത്തിലേക്ക് പോവാണ്. ആ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋതു അങ്ങോട്ടേക്ക് വന്നു. ഋതു വന്നിട്ട് പറഞ്ഞു, ജിത്തെ നമുക്കൊരു സിനിമ കാണാൻ പോയാലോ? സിനിമ കാണാനോ? അതെ. അപ്പോഴേക്കും പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, ചെല്ലു മോനെ, അവൾ ആഗ്രഹം പറഞ്ഞല്ലേ, ഒരു സിനിമയൊക്കെ പോയി കണ്ടിട്ട് വാ. ആ സമയത്ത് അച്ചു സാദിയും ശ്രീഹരിയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. അല്ല ഋതു, നമുക്ക് പോയാലോ? നമുക്ക് പോയി കണ്ടിട്ട് വരാലോ? ബേവച്ചേച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങൾ ആരും ഇവിടെ ഉച്ചയ്ക്കില്ലേ? നിങ്ങൾ എല്ലാരും പോവണം, സിനിമ കാണാൻ പോവണം? പൂർണ്ണിമ പറഞ്ഞു, ഞാനിവിടെ കാണും. ഓ, അല്ല അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല അരി അടുപ്പത്തിടണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. എല്ലാരും കൂടെ പോവാണെങ്കിൽ പിന്നെ അരിയിടേണ്ട കാര്യമില്ലോ. അല്ല ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പൂർണ്ണിമ പറഞ്ഞു. അതിനിപ്പോ പൂർണ്ണിമേച്ചയ്ക്ക് പ്രത്യേകിച്ച് അരിയേണ്ട കാര്യമൊന്നുമില്ല. ഒരു പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട് ആരും അരി ഇടുവോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അത് കേട്ടത് എല്ലാരും കൂടെ ചിരിച്ചു. പക്ഷെ ഇന്ദ്രൻ ആ പടം അസ്വസ്ഥനായിട്ട് നിൽക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ്. ആ സമയത്താണ് സേതുവിന്റെ കാറ് വന്ന് നിൽക്കുന്നത്. സേതു ഇറങ്ങി, പിന്നീട് പല്ലവി ഇറങ്ങി. പിന്നീട് സേതു പുറയിരുന്ന് പൂമാല എടുത്ത് കയ്യിലേക്ക് അങ്ങോട്ട് ഇടുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അവരൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.